ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അത്ര സന്തോഷത്തിലായിരിക്കില്ല ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിഫ്റ്റി ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് 108 പോയിന്റ് ലോസിലാണ്, അഥവാ 0.47% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ശക്തമായ റാലി കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇനി എല്ലാ ദിവസവും മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ വീണ്ടും ഫ്രൈഡേ സെല്ലിങ് തന്നെ വന്നു. കാരണം നമ്മൾ ഈ ആഴ്ച 5 ദിവസം നോക്കുകയാണെങ്കിൽ 5 ദിവസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിങ് മോഡിൽ തന്നെയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടുത്തെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വളരെ നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. റിലയൻസിന്റെ റിസൾട്ട് നല്ലതായിരുന്നു. പക്ഷെ എന്നിട്ടും അവര് സെല്ലിങ് നിർത്തുന്നില്ല. ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം, രൂപയുടെ മൂല്യം വീക്ക് ആവുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് കാരണം കൊണ്ടായിരിക്കാം പിന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അപ്പോ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ആ രണ്ട് കാര്യങ്ങളാണ് ക്രൂഡ് ഓയിലിന്റെ വില ശക്തമായ രീതിയിൽ വർദ്ധിച്ചു പോകുന്നുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് റീസൺ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അതിശക്തമായ സെല്ലിങ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് പ്രഷർ ഒന്ന് കുറഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റിന് മുകളിലേക്ക് കയറി പോകാൻ സാധിക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള സപ്പോർട്ട് പറയാം. 23,000 മേജർ സപ്പോർട്ട്, അല്ലെങ്കിൽ 22,800 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടായിരുന്നു ഞാൻ 23,000, 23,800 22,800 അടുത്ത ആഴ്ചയിലേക്കുള്ള സപ്പോർട്ട് സോൺ. റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നത് 23,700, 23,800 ആ സോണാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ് പറയാനുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കിയിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റ്സ് ഇപ്പൊ ഇന്ന് പുലർച്ചെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 18-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്ന് പുലർച്ചെ 2:45 വരെ നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ പോസിറ്റീവ് സെന്റിമെന്റോടുകൂടി 22,293, അതായത് 22,300 അടുത്ത് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോ ഒരു 100 പോയിന്റിന്റെ അടുത്ത് ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ തിങ്കളാഴ്ച മോർണിംഗിൽ നിഫ്റ്റി ട്രേഡ് ആരംഭിക്കും. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പൊ നിലവിൽ ക്ലോസ് ചെയ്തേക്കുന്നത് 100 പോയിന്റ് അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാൻ ഡോ ഫ്യൂച്ചർ 1% അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നാസ്ഡാക്ക് 1.5% അപ്സൈഡ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡോ ജോൺസും 0.89% അപ്സൈഡ് ആണ്. S&P 500 1.12% അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഫഡ്സെ മാർക്കറ്റും 1.53% അപ്സൈഡ് ആണ്. CXE 14 1.01% അപ്സൈഡ് ആണ്. ഡാക്സ് 1.18% അപ്സൈഡ് ആയിട്ടാണ്. നിക്കി മാർക്കറ്റ് 0.38% ഫോൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലാറ്റ് അല്ല, നെഗറ്റീവ് തന്നെ, ഒരു 0.38% മാത്രം. പിന്നെ ഹോങ്കോങ് മാർക്കറ്റും 0.32% അപ്സൈഡ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും അതിശക്തമായ രീതിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിഫ്റ്റിയും എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയും കൂടി ഒരു 50 പോയിന്റ് പ്ലസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിമം ഒരു 100 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഏകദേശം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കസിൻസിന് റിലേറ്റീവിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ ഓൾ.